മഹാന്മാരെ ദർഗയിൽ പോകുന്നതിന് ഇസ്ലാമിൽ അടിസ്ഥാനമുണ്ടോ? ജൂതന്മാരെ സംസ്കാരമാണോ? ഈ ഗ്രന്ഥാരുടെ ഗ്രന്ഥമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട വലിയ മഹാൻ ഇമാം അബൂബക്കർ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു. ഇമാം ഇബ്നു അബീ ശൈബ എപ്പോഴാണ് വഫാത്തായത്? 235. എപ്പോ? 235. ഏകദേശം 1200-ലേറെ കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇദ്ദേഹം ആരാ? വിശുദ്ധ ഖുർആൻ കഴിച്ച 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്വഹീഹുൽ ബുഖാരിയുടെ ഇമാം ബുഖാരിയുടെ ഉസ്താദാ ഇമാം ഇബ്നു അബീ ശൈബ. ഇമാം ബുഖാരിയുടെ മശായിഖുമാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ആ ഇമാം ഇബ്നു അബീ ശൈബയുടെ കിതാബാണിത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ തൊള്ളപടായി വിട്ടു പോകാൻ വേണ്ടി വന്ന ആളല്ല. ഓരോന്നും കിതാബിന്റെ അടിസ്ഥാനത്തിൽ പേജ് നമ്പർ അടക്കം പറഞ്ഞു പോവുക. തട്ടിന് മുട്ടോ മുട്ടിന് തട്ടോ അല്ല, നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിട്ടാ. നോക്ക്, ഇമാം ഇബ്നു അബീ ശൈബയുടെ മുസന്നഫ്. ഈ മുസന്നഫിൽ ഒരു സംഭവം പറയാം. എന്താ സംഭവം? അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. ഉമർ ഖത്താബ് രാജ്യം ഭരിക്കുന്ന കാലം. ആ കാലഘട്ടത്തിൽ അസ്വാബന്നാസ ഖഹത്തും ഫീ സമനി ഉമറ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ക്ഷാമമുണ്ടായി, മഴയില്ല. ഫജാഅ റജുലുൻ, അപ്പോൾ ഒരു മനുഷ്യൻ വന്നു. ആരാണ് ആ മനുഷ്യൻ? ബിലാൽ ഇബ്നു ഹാരിസുൽ മുസനി റളിയല്ലാഹു അൻഹു. ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസനി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ഇത് പറയുമ്പോൾ ഹാബികൾ ഒരുപാട് കള്ളങ്ങൾ പറയാറുണ്ട്. നമ്മളെ ഫൈസൽ മൗലവി എന്ന് പറയുന്ന മൗലവി റജുൽ ആരാണ്? ബിലാലുൽ ഹാരിസുൽ മുസനി ആണെന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല, അവിടെ പറഞ്ഞിട്ടില്ല, ഇവിടെ പറഞ്ഞിട്ടില്ല. ഒക്കെ ഇവിടെ പറഞ്ഞൊന്നും പഠിപ്പിച്ചരാ, മുന്നിൽ വാ, അപ്പൊ പറഞ്ഞുതരാ ഇൻഷാ അല്ലാഹ്. ഫജാഅ റജുലുൻ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു റജുൽ അഥവാ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് വന്നു. കണ്ടോ? എവിടുത്തെ വന്നത്? ഖബറിന്റെ അടുക്കലേക്ക്. മഹാന്മാരെ ഖബറിന്റെ അടുത്ത് പോകുന്നത് ജൂത സംസ്കാരമാണെന്നല്ലേ മൗലവി പറഞ്ഞത്? നോക്ക് നിങ്ങള്, അദ്ദേഹം വന്നു റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പൊന്നാര നബിയേ, ഇസ്തസ്ഖിലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ. നബിയേ, അങ്ങയുടെ സമൂഹം, അങ്ങയുടെ ഉമ്മത്ത് നാശത്തിന്റെ വക്കിലാണ് നബിയേ. അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി മഴ തേടണേ, ഞങ്ങൾക്ക് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി അള്ളാഹിനോട് മഴ തേടണേ നബിയേ. നബിയോട് നേരിട്ട് ഇസ്തിഗാസ നടത്തുകയാ, നബിയോട് സഹായം തേടുകയാ. ആ സമയത്ത് അത് പറഞ്ഞയാൾ പിരിഞ്ഞു. രാത്രി കടന്നുറങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വന്നു. അർറജുല, ഈ ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസനി തങ്ങളുടെ അടുക്കൽ ഫിൽ മനാമി, സ്വപ്നത്തിൽ വന്നു. നബി തങ്ങൾ അന്ന് രാത്രി സ്വപ്നം കണ്ടു ഇദ്ദേഹത്തിന്. ഫഖീല ലഹു, എന്നിട്ട് പറയപ്പെട്ടു ഇയാളോട്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ഉമർ, ബിലാലെ നിങ്ങൾ എവിടെ പോകണം? ഉമർ ഖത്താബിന്റെ അടുത്ത് പോകണം. ഫഅഖ്രിഉ സലാം, എന്നിട്ട് എന്റെ സലാം ഉമർ ഖത്താബിന് പറയണം. വഅഖ്ബിറുഹു, എന്നിട്ട് ഉമർ ഖത്താബിനോട് അറിയിക്കണം, അന്നകും മുസ്ഖൗന, അവർക്ക് മഴ എത്രയും പെട്ടെന്ന് മഴ വർഷിക്കപ്പെടും. വഖുല്ലഹു അലൈക്കൽ കൈസ്, അലൈക്കൽ കൈസ്, ഭരണത്തിൽ കൂടുതൽ സ്ട്രോങ് കാണിക്കാതെ ഒരു മിതമായ രീതിയിൽ ജനങ്ങളോട് പെരുമാറണം എന്ന് ഉമർ ഖത്താബിനോട് സൂചിപ്പിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. പിറ്റേന്ന് ഫഅതാ ഉമറ, ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസനി ഉമർ ഖത്താബിന്റെ അടുത്ത് വന്നു. ഫഅഖ്ബറഹു, ഈ സംഭവം മുഴുവനും പറഞ്ഞു. ഫബകാ ഉമറു, ഇത് കേട്ട് ഉമർ ഖത്താബ് കരഞ്ഞു. എന്തിനാ കരഞ്ഞത്? ഇയാൾ ചെയ്തത് ശിർക്കാണെന്ന് ഓർത്തിട്ടല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, കൂടുതൽ സ്ട്രോങ് വേണ്ട, ജനങ്ങളോട് മയമായി പെരുമാറണമെന്ന്. അത് കേട്ടിട്ടാ കരഞ്ഞത്. യാ റബ്ബി ലാ ആലു ഇല്ലാ മാ അജസ്തു അൻ, അല്ലാഹ്, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ജനങ്ങളോട് നീതിയോട് പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ കഴിവിൽ പെടാത്ത വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹ് എന്നെ നീ പ്രതിക്കൂട്ടിലാക്കല്ല അല്ലാഹ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ദ്വാരക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസനി എന്ന സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് വന്നിട്ടാ മഴ ചോദിക്കുന്നത്. ഇത് ജൂത സംസ്കാരമാണോ?
ഈ സംഭവം ഉദ്ധരിച്ച ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു ജൂതനാണോ? ഇദ്ദേഹം മുശ്രിക്കാണോ? ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടിയിട്ടാണോ ഇത് പറഞ്ഞത്? പോകട്ടെ, ഇതൊക്കെ വിശദീകരിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഈ സംഭവം ഫത്ഹുൽ ബാരിയിൽ കൊടുക്കുന്നുണ്ട്. അയാൾ പറഞ്ഞോ ഇത് ശിർക്കാണെന്ന്? പറഞ്ഞോ? മറ്റ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്, ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. 235 ഇദ്ദേഹം വഫാത്താകുന്നത്. അതിന്റെ ശേഷം 1200 കൊല്ലങ്ങളായി. ഞാൻ ചോദിക്കട്ടെ, 1200 കൊല്ലങ്ങളിൽ ആയിരക്കണക്കിന് ഇമാമിങ്ങൾ വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ഇമാമിങ്ങൾ വന്നിട്ടുണ്ട്. ഹിജ്റ 300-ലും 400-ലും 500-ലും 600-ലും 700-ലും 800-ലും അടക്കം ധാരാളം ഇമാമിങ്ങൾ വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ആ ഇമാമിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഇമാമ് ഇപ്പറഞ്ഞ സംഭവം ശിർക്കിന്റെ സംഭവമാണെന്ന് ഒരു ഇമാമ് പറഞ്ഞത് ഉദ്ധരിക്കാൻ വഹാബികള് നിങ്ങൾക്ക് കഴിയോ? ഈ കിതാബ് കാണാത്തവരാണോ ഇമാമിങ്ങൾ? ആണോ? ഇമാം നവവി തങ്ങൾ കണ്ടിട്ടില്ലേ? ഇമാം ഗസാലി കണ്ടിട്ടില്ലേ റളിയല്ലാഹു അൻഹുമാ? അതുപോലെയുള്ള ആയിരക്കണക്കിന് ഇമാമിങ്ങൾ വായിച്ചവരല്ലേ ഈ കിതാബ്? അവരാരെങ്കിലും പറഞ്ഞോ ഇത് ശിർക്കാണ് കേട്ടോ, നിങ്ങൾ ആരും വഞ്ചിതരാകരുത്? ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെ ഇപ്പൊ വഹാബികൾ ഉരുണ്ട് കളിക്കുകയാണ്. ഒരു സ്ഥലത്ത് പറയും അത് അങ്ങനെ സംഭവം തന്നെ ഇല്ല, വേറെ സ്ഥലത്ത് അതേ മൗലവി പോയി പറയുന്നു അത് ഇസ്തിഗാസ ഇല്ല, തവസ്സുലാണ്. വേറെ സ്ഥലത്ത് പറയുന്നു വസീലത്തുന് ശിർക്കാണ്, വലക്ക പുണ്ണാക്കാണ്. ഇതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വഹാബികൾ ഉരുണ്ട് കളിക്കുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി